ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസത്തിൻ്റെ എൻഡിങ്ങിലേക്കാണ് കേട്ടോ. കാര്യം പറഞ്ഞുതരാം. ഒരു ദിവസം വൈകുന്നേരം നമ്മൾ കിടക്കാനൊക്കെ ആയി സമയമായപ്പോഴത്തേക്ക് രശ്മേച്ചി രഞ്ജിത്തേട്ടനെ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞു. അവർ ഗുരുവായൂരമ്പലത്തിൽ നിന്ന് നേരെ മക്കളും എല്ലാവരുമായിട്ട് വന്നു കേട്ടോ നമുക്ക് പാൽപ്പായസം തരാനായിട്ട്. അങ്ങനെ നമ്മൾ പാൽപ്പായസം എല്ലാം കുടിച്ച് നെക്സ്റ്റ് ഡേ അവർ പറഞ്ഞു അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലൂ, എന്താ നിങ്ങൾ വീട്ടിലേക്ക് വരാത്ത, നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഒരു സർപ്രൈസ് അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ പോവുകയാണ് വീട്ടിലേക്ക്. നമ്മൾ അവരെ മീറ്റ് ചെയ്തിരുന്നു നാട്ടിൽ നിന്ന് വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം മൂവിക്കൊക്കെ പോയിരുന്നു ഒരുമിച്ച്. പക്ഷെ നമ്മൾ വീട്ടിലേക്ക് പോയിരുന്നില്ല. ഇവിടെ കണ്ടോ, ഒരു മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് നിറയെ വെള്ളമൊക്കെ പൊങ്ങി ആകെ അലമ്പായി. ഇനി ഒരു ജൂൺ ലാസ്റ്റ്, ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യമൊക്കെ എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മോശമായിട്ടുണ്ട് റോഡുകളൊക്കെ. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ വരുമ്പോൾ വഴിക്ക് ഡിന്നർ മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, അയ്യോ നിങ്ങൾ ഡിന്നർ ഒന്നും മേടിച്ചിട്ട് വരണ്ട, എല്ലാം ഇവിടെ ഉണ്ട്, ഇങ്ങോട്ടേക്ക് പോര്, വെറുതെ വന്നാൽ മതി പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെ വീടിനടുത്തായിട്ട് പുതിയൊരു ടീ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു തമിഴ് ഫാമിലി നടത്തുന്നതാണ്. അമ്മയും മകനും മകളും എല്ലാവരും കൂടെ ചേർന്നിട്ട് നടത്തുന്ന ഒരു കുഞ്ഞി കടയാണ്. സംഭവം പുതിയ കടയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കടയിൽ നിന്ന് മേടിക്കാനുള്ള ഇഷ്ടം എന്ന് വെച്ചാൽ, ഒന്നാമത് ചെറിയ തട്ടുകടകളാവുമ്പം അവർ ഫ്രഷ് ആയിട്ട് സാധനം ഉണ്ടാക്കും. രണ്ടാമത് പുതിയതായിട്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ പാത്രങ്ങളും ആ ചില്ലുകൂടുകളും ഒക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഒരു വൃത്തികേട്, ഒരു കണ്ടാമിനേഷൻ വരേണ്ട സാധ്യതയില്ല. മൂന്നാമത് ആ റോഡും പരിസരവും കാര്യങ്ങളും എല്ലാം ഒരു ഓടയുടെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വെള്ളക്കെട്ടിൻ്റെ ഒന്നും സൈഡിലല്ല. ഇതെല്ലാം നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഭക്ഷണം മേടിക്കുകയുള്ളൂ. അല്ലാതെ 5 സ്റ്റാർ റേറ്റിംഗ് നോക്കിയിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടെ ഒരു അരുണിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടെ കയറി ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീം മേടിച്ചു. കാരണം ഫുഡൊന്നും മേടിച്ചിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ അധികമായ വേസ്റ്റ് ആവും. കാരണം നമ്മളെല്ലാവരും വളരെ കുറച്ച് കഴിക്കുന്നവരേ ഉള്ളൂ. അപ്പം പിന്നെ വെച്ചിരുന്ന് കഴിക്കാൻ താല്പര്യമുള്ളവരുമല്ല. അപ്പം പിന്നെ നമ്മൾ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ അവരുടെ ക്വാർട്ടേഴ്സിലെത്തി, ലിഫ്റ്റിൽ കയറി. അപ്പം നമ്മൾ ഇതൊന്നും ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ കുട്ടി സാറാണെല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് പോകാനുള്ള ഒരു ഇഷ്ടം വരുന്നത്, ആദിക്കുട്ടനും അമ്മൂട്ടിയും. കാരണം ഇല്ലേ, ശമ്പൂട്ടൻ്റെ കസിൻസിൻ്റെന്ന് പോലും കിട്ടാത്ത അത്രയും ഒരു സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനൊരു സാധനം ആദിക്കുട്ടൻ ഉണ്ടാക്കിയിട്ട് ശമ്പൂട്ടനെ കാണിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരൂ, വന്നിട്ട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ശമ്പൂട്ടനോട് എനിക്ക് ഓൾറെഡി ഞാൻ ഫോട്ടോ എന്നെ ആദിക്കുട്ടൻ കാണിച്ചിരുന്നു. പക്ഷേ ശമ്പൂട്ടൻ ഒരു സർപ്രൈസ് ആയിരുന്നു ഇത്. കാരണം നമ്മളെപ്പോഴും കാർ എടുക്കുമ്പോൾ അവൻ പറയും ഇനി തൊട്ട് ഞാൻ ഡ്രൈവ് ചെയ്തോളാം എന്നൊക്കെ. അപ്പോൾ എന്താണെന്നറിയോ, ഇത് അവന് ആ ഒരു കാറ് സ്വന്തമായിട്ട് ഓടിച്ച ഒരു ഫീലായേ. സത്യത്തിൽ നമ്മൾ ലുലുമോളിലൊക്കെ പോയിട്ട് അവിടുത്തെ റൈഡുകളിൽ കയറ്റുന്ന പോലെ ഒന്നുമല്ല ഇത്. ആദ്യക്കുട്ടൻ അവൻ്റെ കൈ കൊണ്ട്, അവൻ്റെ പേഷ്യൻസ്, ഇത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇത് സിമ്പിളാണെന്ന്. പക്ഷെ അല്ല കേട്ടോ. കാരണം ഞാൻ പറയട്ടെ, ഒരു കുഞ്ഞുകുട്ടി അവൻ്റെ സമയം മൊത്തവും എടുത്ത് ഇത് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് ഇത്രയും എന്താണ് സംഭവം, കാർഡ്ബോർഡും മൗസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് അവൻ്റെ ഒരു ക്രിയേഷനാണ്. അവൻ ടൈം സ്പെൻഡ് ചെയ്ത് അതിനു വേണ്ടി ഇരുന്ന്. ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം കുട്ടികളും ഫോണിന് അഡിക്റ്റായി ഫോണിൽ ഇരുന്ന് മറ്റുള്ളവരുടെ റീൽസും ലൈവും കാര്യങ്ങളും ഫൈറ്റും ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗെയിമിനാണെങ്കിൽ പോലും വേണ്ടി അവൻ ഇതെല്ലാം വെട്ടി കട്ട് ചെയ്ത് ഉണ്ടാക്കി. അതായത് ആ കുട്ടിയുടെ ക്രിയേഷൻ അവൻ കാണിക്കുകയും അതേപോലെ ആ വീട്ടുകാർ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക തന്നെ വേണം, അല്ലേ? ഇതിലിപ്പം ഞാൻ പറയട്ടെ, ഇവൻ്റെ പ്രായത്തിലുള്ള എത്രയോ കുട്ടികൾ ഇപ്പോഴും ഫോൺ കണ്ടിരിക്കുന്നുണ്ട്. ഫോൺ കണ്ടാലാണ് കുറേ യൂട്യൂബേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ റീച്ച് ഉണ്ടാവുള്ളൂ, ശരിയാണ്. പക്ഷേ ഇതിനൊരു ടൈം ലിമിറ്റ് വെക്കുന്നില്ല. വെക്കേഷനായി ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ നാടുകളിൽ ഈ ലോക്ക്ഡൗൺ വന്നതിന് ശേഷം, ഓൺലൈൻ ക്ലാസ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളുടെയിലും ഫോൺ എത്തി എന്നുള്ളതാണ് എനിക്ക് തോന്നിയ കാര്യമേ. കാരണം അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകണം. അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ടൊരു ഫോൺ വേണം. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കുട്ടികൾക്ക് ഈ പറയുന്ന സമയത്തെല്ലാം ഫോൺ കൊടുക്കുമ്പോൾ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ഇല്ല. അതുകൊണ്ട് ഫോൺ എല്ലാവരുടെയും കയ്യിലായി പോകുന്നു എന്ന് പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ഫോൺ നിർബന്ധം കുട്ടികൾക്ക് ഒരെണ്ണം ഇരിക്കട്ടെ പഠിക്കാനല്ലേ എന്നുള്ളതിൻ്റെ പേരിലൊക്കെ എല്ലാ പേരൻസും മക്കൾക്ക് ഫോൺ മേടിച്ചു കൊടുത്തു. എന്നാൽ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പരിപാടി കഴിഞ്ഞ് നീ ഇപ്പോൾ റെഗുലർ സ്കൂളിൽ പോകുന്നുണ്ട്, അന്ന് ആ സമയത്ത് ആ ഫോൺ മേടിച്ച് വെക്കാനുള്ള മര്യാദ ഒരു പേരൻസ്
സിംറ്റംസും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് കുട്ടികൾ വഷളായി പോകുന്നതിന് അവരെ പറയാം, അവരുടെ ലെഷർ ടൈം തേടി പോകുന്നുണ്ടാവും. ഈ 5ഉം 6ഉം വയസ്സുള്ള കുട്ടികൾ അല്ലെങ്കിൽ 8ഉം 10ഉം വയസ്സുള്ള കുട്ടികൾ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനും സൂയിസൈഡ് ചെയ്യാനും തൂങ്ങിച്ചാവാനും ഒക്കെ പോകുന്ന അത്രയും ടെൻഡൻസി വരുത്തി എനിക്കൊന്നും എൻ്റെ പ്രായത്തിൽ ഒരു 10 വയസ്സ് 14 വയസ്സിലൊന്നും ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയാ എന്ന് പോലും അറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇഷ്ടംപോലെ അറിയാം, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. കുട്ടികൾ ഫോണും കൊണ്ട് ഒരിടത്ത് കയറി ഇരുന്ന അമ്മമാർ വിചാരിക്കും അവിടെ ഇരിക്കുന്നുണ്ട് എന്ന്. അപ്പം പല 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 മോശം രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഒരു കുട്ടീനെ നന്നായിട്ട് മോശമാകാതെ വളർത്തുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ സമയമായപ്പോഴത്തേനും രശ്മി ചേച്ചി ചായയും കടികളെല്ലാം കൊണ്ടുവച്ചു. നമ്മൾ ഇവൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഭയങ്കര രസമായിട്ട് ശമ്പൂട്ടൻ എല്ലാ വണ്ടിയും കൊണ്ട് ഇടിപ്പിക്കുന്നുണ്ട്. കാരണം ഡ്രൈവിംഗ് സിമ്പിൾ അല്ല എന്ന് അവനെ മനസ്സിലാക്കിയ ഒരു സംഭവമായിരുന്നു അത് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ഏട്ടൻ എത്തി. ചപ്പാത്തി ചിക്കൻ കറി ഒക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി റെഡിയായി. അതിനുശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതുമെല്ലാം ഇരുന്ന് കഴിച്ചു. അതിനുശേഷം ഐസ്ക്രീം ഇരുന്ന് കഴിച്ചു. എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു. അവിടെ പ്രത്യേകിച്ച് ഹാപ്പനിങ് ആയിട്ടില്ല. നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്യുക, നമ്മൾ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ നാട്ടിൽ വെക്കേഷന് പോയിട്ട് ഓട്ടവും പാച്ചിലും ബഹളവും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടേതായ സ്പേസിൽ ഇങ്ങനെ സെറ്റായിട്ട് നമ്മളുടെ നിന്ന് തോന്നുന്ന കുറേ ആൾക്കാരുടെ കൂടെ ഇപ്പം ജീവിക്കാൻ തുടങ്ങിയ പോലെയാണ് എനിക്ക് തോന്നുക. കാരണം അങ്ങനെയാണ് ഒരു പട്ടാള ജീവിതം അല്ലെങ്കിൽ പ്രവാസ ജീവിതമൊക്കെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ പോയി. അപ്പം ഞാനൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട്, ആളുടെ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ ഒത്തിരി സീനിയറാണ്. ആളുടെ കുട്ടിക്ക് ഇങ്ങനെ കുറച്ച് നാൾ മുമ്പേ ഓട്ടിസം ആയിട്ട് ഇങ്ങനെ കണ്ടുപിടിച്ചായിരുന്നു കേട്ടോ. അപ്പം ആളെപ്പോഴും കുറേ തുടക്കത്തിലൊക്കെ എന്നോട് ഭയങ്കര വിഷമങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ആൾ വിളിച്ചിട്ട് പറയുകയാണ്, ലക്ഷ്മി എനിക്ക് എൻ്റെ മോന് ഓട്ടിസം ആയതിൽ എനിക്കിപ്പോൾ സന്തോഷമുണ്ട്. കാരണം സന്തോഷമെന്ന് ഉദ്ദേശിച്ചതല്ല, ഈ ഓപ്പറേഷൻ തൂഫാൻ വന്നതിന് ശേഷമേ അവരിങ്ങനെ പറയുകയാണ്, ഒരിക്കലും എൻ്റെ മോനൊരു മയക്കുമരുന്നിനോ ഡ്രഗിനോ അടിമയാവുകയോ അതല്ലെങ്കിൽ അച്ഛനോ അമ്മയും പീഡിപ്പിക്കാനോ ഉപദ്രവിക്കാനോ പെങ്ങളെ പീഡിപ്പിക്കാനോ നാട്ടുകാർക്കൊരു ഉപദ്രവമാവാനോ പോകത്തില്ലല്ലോ. അവൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞിനെ പോലെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ. ആ അമ്മേനെ അങ്ങനെ ചിന്തിപ്പിക്കാനുണ്ടായ കാരണം എന്താണെന്നോർത്ത് ഞാൻ ഒത്തിരി പിന്നീട് വിഷമിച്ചിട്ടോ.